ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ട്യൂണ ഇങ്ങനെ അച്ചാറിടാൻ നോക്കാം. ആദ്യം തന്നെ മീൻ വെട്ടി ചെറിയ ചെറിയ പീസാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ പൊരിച്ചെടുക്കുക. അധികം ഡ്രൈ ആവാണ്ട് അധികം മുരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിടുന്നത് അതുകൊണ്ട് അതിന് വേണ്ട തന്നെ മുരിച്ചെടുക്കുക. പിന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീഞ്ചട്ടി ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വയ്ക്കണ അച്ചാറിന്. അപ്പം എന്ത് ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വേപ്പില അങ്ങനെയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതൊക്കെ നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലോണം മൂത്ത് വരും. ഭയങ്കര മൂക്കേണ്ട, അത്യാവശ്യം മൂത്ത് വരും. അപ്പം നമ്മൾ അതിലേക്ക് നമുക്ക് അച്ചാറിക്ക് വേണ്ട എല്ലാ പൊടികളും ഇട്ടെടുക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ഇട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ മണം മാറിന് വരെ നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മണം മാറിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സ് തുടങ്ങുന്നു. അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ലുണ്ടാവുമല്ലോ, നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു സ്മെല്ല് അത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ഞാൻ പറയണതിൽ കുറച്ച് എന്താ പറയുക, ഇത് കേൾക്കാൻ പറ്റായതൊക്കെ ഉണ്ടാവും. ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടി ഞാൻ കുറച്ചിടണുള്ളൂ. അതുകൊണ്ട് എൻ്റെ കറിക്ക് അധികം ഇത് കാണില്ല, നല്ല കളർ ഉണ്ടാവില്ല. എനിക്ക് അത്രയായിട്ടും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് എരിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നിറത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇടാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഒന്നും ഇടുന്നില്ല, എന്തൊക്കെയുള്ള മുളക് പൊടി ഇടുന്നതാണ് വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ കുറച്ചിട്ടാൽ മതി. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിലും ഞാൻ കുറച്ച് എരിവിടാറുള്ളൂ എല്ലാത്തിലും. അതുകൊണ്ട് ഞാനത് കാശ്മീരി മുളക് പൊടി ഞാൻ സ്കിപ്പ് ചെയ്ത് അത് ഓക്കെ. എൻ്റെ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച ട്യൂണ വറുത്ത് വെച്ചിട്ട് ഇടാണ് ചെയ്യുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് വിനാഗിരി തിളപ്പിക്കാം. വിനാഗിരി എന്തിനാണ് തിളപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാഗിരിത്തെ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഒന്ന് കുറച്ച് നേരം തിളപ്പിക്കുന്നത്. അത് ആറി വരട്ടെ. തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. അത് ആറി വരുമ്പോഴത്തേനും ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കണില്ലേ ട്യൂണ, ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കണില്ലേ, അതിലേക്ക് ചൂടാറിയ വിനാഗിരി ഒഴിക്കുക കേട്ടോ. വിനാഗിരി ഒഴിച്ച് വരുമ്പോഴത്തേനും ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വിനാഗിരി ഒഴിക്കാൻ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഇതേപോലെ കിട്ടും. അപ്പം നമ്മൾ ട്യൂണ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ.